ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ സെന്റ് ജോസഫ് കോട്ടപ്പടിയുടെ ഒരു വർഷത്തെ പരിപാടികളൊക്കെ നമ്മുടെ കഴിഞ്ഞ മെയ് 13-14 പ്രോഗ്രാമുകളോടെ കഴിഞ്ഞു. അടുത്ത വർഷത്തേക്കുള്ള സീസണിലേക്കുള്ള കാൽവയ്പ്പാണ്. നമ്മൾ നമ്മുടെ നടക്കാൻ പോകുന്നത് നമ്മുടെ ടീമിന്റെ ഒരു പ്രവേശന ഉത്സവമാണ്. പുതുതായി ടീമിലേക്ക് കടന്നു വരുന്ന ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തലും അതുപോലെ തന്നെ ഒത്തൊരുമിച്ച് ഒരു കുടുംബം പോലെ മുന്നോട്ട് പോകുവാനുള്ള സഭയ്ക്കായി അപ്പനോട് പ്രാർത്ഥിക്ക് നല്ല രീതിയിൽ ഈ ടീം നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാളിതുവരെ സെന്റ് ജോസഫ് കോട്ടപ്പടിക്ക് ഒപ്പം നിന്ന എല്ലാ ബാൻഡ് ആസ്വാദകർക്കും അതുപോലെ തന്നെ എല്ലാ കമ്മിറ്റിക്കാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് നിങ്ങളുടെയൊക്കെ സഹകരണവും സപ്പോർട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന ഈ പ്രവേശനോത്സവത്തിലേക്ക് നമ്മളുടെ ക്ഷണപ്രകാരം കടന്നു വന്നിട്ടുള്ളത് പ്രിയപ്പെട്ട സെബി പിള്ളേച്ചനാണ്. അപ്പോൾ നമ്മുടെ മുഖ്യ അതിഥി അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നമ്മുടെ എല്ലാമായ നമ്മുടെ പ്രിയപ്പെട്ട ശിവമാമൻ, ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ചെറിയൊരു സ്ട്രോക്ക് മൂലമൊക്കെ ശരീരത്തിന് ചെറിയൊരു ഒന്നും കുഴപ്പമില്ല, ആള് റിക്കവറായി വരുന്നു. നിങ്ങളുടെയും നമ്മളുടെ ഈ ബാൻഡ് ലോകത്തിൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ആളതിൽ നിന്നെല്ലാം മോചനായി പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത അതിഥി നമ്മുടെ ശിവമോഹനാണ്. ശിവമോഹനെ സ്വാഗതം. പിന്നെ നമ്മുടെ ടീമിന്റെ മാഷ് ഷാജി മാഷ്. അപ്പോൾ മാഷേക്ക് ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാമായ എല്ലാവരുമാർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ നമ്മുടെ കൊച്ചു കാര്യപരിപാടിയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനൊരുപാട് ക്യാരക്ടറുണ്ട്. അതുകൊണ്ട് തന്നെ ആരും തന്നെ ആ പരിപാടിയിലേക്ക് കടക്കണം. അച്ഛ നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഇത് നമ്മുടെ എപ്പോഴേ ആർട്ടിസ്റ്റ് സന്തോഷ് പാടിയാണ്. സന്തോഷത്തെ ഒന്നാണ്. നമ്മുടെ തകില ആർട്ടിസ്റ്റ് രഞ്ജിത്ത് കോട്ടയം. നമ്മുടെ ജെറി തിരുവനന്തപുരമാണ്. നമ്മുടെ ആർട്ടിസ്റ്റാണ്. ഇനി സാം ആർട്ടിസ്റ്റാണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. ഇനി ഭവി പറവൂർ സ്വദേശിയാണ്. അടുത്ത പ്രാവശ്യം നമ്മുടെ ടീമില് സൈഡ്രോം വായിക്കാനായിട്ട് ശ്രീജിത്ത് തിരുവനന്തപുരം സ്വദേശിയാണ്. അപ്പോ അടുത്തത് സൈഡ്രോം ആർട്ടിസ്റ്റായിട്ട് കടന്നു വരുന്ന നമ്മുടെ സജില്. അപ്പൊ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇനി നമുക്കൊരു കേക്ക് വെക്കാം. ഒരു മധുരമാവട്ടെ. ഒന്ന്
പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും സ്നേഹിതാവായ ദൈവം ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. 2-3 പേരുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞങ്ങൾ യേശുനാഥൻ പ്രത്യേകമായ കഴിഞ്ഞ സാധ്യത തിരിച്ചറിയുക നാളിന് വരെ നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് ഈ ഒരു ബാങ്ക് വാദ്യം ഞങ്ങൾ എത്രമാത്രം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. നീ തന്ന താലന്തുകൾ ഉപയോഗിച്ചു ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവ് ആ താലന്തുകൾ വളർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. ഈശ്വരനോട് ഞങ്ങൾ ഈ സമൂഹത്തിൽ എത്രമാത്രം പ്രശസ്തി ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഞങ്ങൾക്കായിട്ട് ഒന്നും ഞങ്ങൾ കയ്യിലില്ല. അതുകൊണ്ട് കർത്താവായ ഇനിയുള്ള യാത്രയിലും ഞങ്ങൾക്ക് കൂട്ടായിട്ടുള്ള നിന്റെ ഗുണം മാത്രമാണത്. ലോകത്തിൽ ദുഷ്ടശക്തികൾ ഞങ്ങളെ ഞെരുക്കാനായിട്ട് വരുമ്പോൾ കർത്താവിന്റെ കാവൽമാലകമാരെ അയച്ചുകൊണ്ട് ഞങ്ങൾക്ക് ശക്തരാക്കുന്നു. പ്രത്യേകമായിട്ട് ഈ കലാരൂപത്തിൽ ഞങ്ങൾ കൂടിയായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഇതിന് കാവൽമാലകമാരെ അയച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴികളിൽ ഞങ്ങൾക്ക് എന്നും തുണയായിരിക്കും, കൂട്ടായിരിക്കും. ക്ഷമ കർത്താവായ ഇനിയുള്ള വർഷക്കാലം ഞങ്ങളുടെ ജീവിതയാത്രയെ തുടരുമ്പോൾ എല്ലാവിധ പരിശോധനകളും ഞങ്ങളെ ദൂരീകരിക്കുകയും ഞങ്ങൾ നയിക്കുകയും ക്ഷേമഭാവായ കൂടെ ഉണ്ടായിരിക്കണേ. പരിശുദ്ധമേ മാതാവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് തടസ്സം വരുമ്പോൾ ആ തടസ്സങ്ങൾ നേരിടുവാനായിട്ട് നിന്റെ മകനോട് പറഞ്ഞുകൊണ്ട് ആ തടസ്സങ്ങളെല്ലാം മാറ്റി തരണമേ. കർത്താവായ നിങ്ങൾക്ക് കൂടെ ആയിരിക്കണേ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവ് അങ്ങയുടെ സ്ത്രീ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൃത്തിൽ ഫലമായ ഈശോ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശ്വരാശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് ശിരസ് നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും നമ്മുടെ കുടുംബത്തോടും കൂടി ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിലും കർത്താവിന്റെ അനുഗ്രഹത്തോട് ജീവിക്കുവാനായിട്ട് അനുഗ്രഹം നൽകണമേ. എല്ലാവിധ ശാരീരിക ബുദ്ധിമുട്ടുകളും ആരോഗ്യം നൽകിക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും കൂടെ ആയിരിക്കും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്ഥിതിയായിരിക്കട്ടെ. സെന്റ് ജോസഫ് കോട്ടപ്പടിയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഞായറാഴ്ച ഒത്തിരിയേറെ തിരക്കുള്ള ദിവസമാണ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം. ഈ കുറച്ച് സമയം ടീമിനൊപ്പം ചെലവഴിക്കാൻ അച്ഛൻ കാട്ടിയ സന്മനസ്സിന് ഏറെ ശ്രമത്തോടെ ടീമിന്റെ പേരിലും എല്ലാവരുടെ പേരിലും അച്ഛൻ ഒത്തിരി നന്ദി. നമ്മുടെ ഈ ഒരു എളിയ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഈ അടുത്തയുടെ ഈ കലാരംഗത്തു നിന്നും നമ്മളെ വിട്ടുവിട്ടു പോയ നമ്മുടെ 2 സഹോദരങ്ങൾ, ഒന്ന് ജിജു ഓർമ്മ, പിന്നെ സിജു. അപ്പോൾ ഈ 2 പേരെയും നമുക്കൊരു നിമിഷം ഒന്ന് അറിയിച്ചിരുന്നു പരമായി പരാത്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനുശോചിക്കാം. അതുപോലെ ചടങ്ങുകളൊക്കെ പോയിരിക്കുകയാണ്. ഇനി അടുത്ത വെച്ചാല് ഇനിയിപ്പോ തുടർ സീസണിലേക്ക് നമ്മൾ കടക്കുന്നു. അപ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയാനൊക്കെ എന്തെങ്കിലും പ്രിയപ്പെട്ട അതിഥി ശിവമാവിന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും നമ്മളോടായിട്ട് രണ്ടുവാക്കും. ഏറ്റവും സ്നേഹം തരുന്ന ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ശിഷ്യന്മാരെ എന്ന തരത്തിൽ നേരെ എല്ലാ കലാകാരങ്ങളോടും വളരെ സ്നേഹത്തോടും സന്ദേഹത്തോടും കൂടി സംസാരിക്കണം. അപ്പോൾ എൻ്റെ ഈ ഒരു അവസ്ഥ ഞാൻ ഭയങ്കരമായിട്ട് അടിച്ചു വന്നൊരു സിസ്റ്റമാണ്. ഒരു ചെറുതായിട്ട് അഹങ്കാരം കൊണ്ട് കിട്ടുന്നത് തന്നെ പറയേണ്ടി വരും. ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മളത് ഒന്നുമല്ല എന്ന് വിചാരിച്ച് പോയതിൻ്റെ പ്രതിഫലനാണ് അത്രയും വലിയൊരു ഷോർട്ടേജ് ഫീൽഡിൽ എനിക്ക് സംഭവിച്ചത്. ഡെയിലി ഇത് എല്ലാ കലാകാരന്മാരും ഈ ടീമിൽ നിന്നല്ല അതിലുള്ള എല്ലാവരോടും പറഞ്ഞു ചെയ്യേണ്ട കാര്യമാണ്. ഒറ്റയ്ക്ക് ആരെങ്കിലും വായിച്ചതിൻ്റെ മടി തോന്നിയിട്ട് മാറി പോകുന്നത് പോലെ ആവുന്ന അവസ്ഥയാണ് നമ്മൾ ഒരാളുടെ അടുത്ത് പോയിപ്പോൾ കാണുന്നത്. കാരണം മുൻകാലത്ത് വന്നുള്ള ചില അനുഭവങ്ങളാണ്. അങ്ങനെ മാറിപ്പോകുന്ന ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് അച്ഛൻ നിൽക്കുന്നവരോട് കർശനമായിട്ട് പറഞ്ഞിട്ട് മൂത്രങ്ങളായാലും വീട് വലിക്കാനായാലും എന്തിനായാലും പറഞ്ഞിട്ട് പോകാം. അത് പോവുക എന്ന് തന്നെയല്ല, 5 മിനിറ്റിനുള്ളിൽ തിരിച്ചത് ആൾക്കാർ കാണുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്യുക.
മറന്നു നിന്ന് റെസ്റ്റ് ചെയ്യുകയൊന്നും ചെയ്യരുത്. കാരണം അങ്ങനെ മറന്നു നിന്ന് റെസ്റ്റ് ചെയ്തതിലാണ് സിജു ചേച്ചി നഷ്ടപ്പെട്ടത്. ആ റെസ്റ്റ് ചെയ്യുന്ന നേരത്ത് ഞാൻ പബ്ലിക്കായിട്ട് റെസ്റ്റ് ചെയ്ത കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇതും രണ്ടും ചേർത്തവായിട്ടുള്ളതാണ്. കാരണം സിജുവിന്റെ പോലെ ഞാൻ കാണാത്തൊരു സ്ഥലത്ത് എത്തുന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ഇതും വലിയ അപകടമായിരുന്നു എൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവുന്നത്. ആ പുതുക്കോട് വെച്ച് സിജു മാറിയിരുന്ന് മണിക്കൂറുകളോളം അതിൻ്റെതായി പോകാതിരിക്കുക, അത് അന്വേഷിക്കാതിരിക്കുക ചെയ്ത് കുറ്റപ്പെടുത്തുന്നതല്ല. ഓരോരുത്തർക്കും നമുക്ക് എല്ലാവർക്കും അതിൽ പങ്കിടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലൊക്കെ നമ്മുടെ ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യുന്ന വെള്ളടിച്ചിട്ടാവും. അങ്ങനെ സിമ്പിളായിട്ട് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡോ ആക്ടിവിറ്റീസോ മാറരുത്. നമ്മുടെ പെരുമാറ്റത്തിൽ ഇന്ന് മുതൽ പുതിയ തരത്തിൽ നമ്മൾ നിലവിൽ കണ്ടിരുന്ന ബാൻഡിലേക്ക് മാറി ചിന്തിക്കണം. കാരണം എനിക്കിതിൽ ഉണ്ടായിരുന്ന സ്ട്രോക്ക് ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വെറുതെ ഒരു രക്തസമ്മർദ്ദമായ പ്രഷറിന്റെ പ്രശ്നമൊന്നും മാത്രമല്ല, ശാസ്ത്രീയമായിട്ടുള്ള നമ്മുടെ COVID-19 ശേഷം നമ്മളിൽ എല്ലാവരും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഹെൽത്ത് പ്രോസസ്സാണ്. അത് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആർക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് എപ്പോഴും സംഭവിക്കാം എന്നൊരു തിരിച്ചറിവോട് കൂടിയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാം. മാക്സിമം അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആൽക്കഹോളിക് ആയിട്ടുള്ള ഇടപെടലുകൾ ഒന്ന് മാക്സിമം മാറ്റി നിർത്താം. ഞാൻ നിങ്ങളോട് തീരെ കുടിച്ചിരുന്നൊന്നാണെന്നില്ല, ഞാൻ കഴിക്കുന്നതൊക്കെ അറിയാം, നമ്മൾ കൊടുക്കാൻ കമ്പനി കൊടുക്കുന്നതാണ്. എന്നാലും ഈ വർക്ക് ചെയ്യുന്ന ടൈമിൽ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവരെ കഴിച്ചിട്ടില്ല എന്ന് പറയാവുന്നൊരു തൻ്റെ ഇടം സ്വാഭാവികമായിട്ട് സംഭവിക്കും. അത് നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ ഫീൽഡിൻ്റെ മൊത്തത്തിലും പെട്രോളിനും ആരോഗ്യപരമായിട്ടുള്ള ഇൻഷുറൻസിനും സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ കാര്യപ്പോൾ നമ്മുടെ ഫീൽഡിനെ കുറിച്ച് കൂടുതൽ പറയാനോ ഉള്ള അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഉണ്ടായ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. വളരെ ബുദ്ധിമുട്ട് ചെറുപ്പക്കാർ വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ പിന്നെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഞാൻ ആളുടെ പേരുകളൊന്നും പറയില്ല, ഞാൻ പറഞ്ഞില്ലേ പഞ്ചായ, അത് വളരെയധികം ശ്രദ്ധിക്കുന്നതാണ്. ഭയങ്കര വേദന തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഒറ്റപ്പെട്ടു പോയ നിമിഷമാണ് ഈ കഴിഞ്ഞ 4 മാസം. ഞാൻ വീട്ടിൽ ആരും ഇല്ലാണ്ടൊന്നുമില്ല, പക്ഷേ നമ്മൾ 364 ദിവസത്തിൽ ഒരു വർഷത്തിൽ 300 ദിവസം നമ്മൾ തമ്മിലാണ് കണ്ടുമുട്ടുന്നത്. വീട്ടുകാരൊക്കെ അല്ലേ, അത്രയും കുറവാണ് നമ്മൾ വീട്ടുകാരൊക്കെ കണക്ട് ചെയ്യുന്നത്. ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് മാറി ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ തൊഴിലിന് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടി സെക്യൂരിറ്റി നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ആരോഗ്യത്തിന് ഉണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആരെ കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല, എൻ്റെ അനുഭവം ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ശ്രദ്ധിക്കാതെ ഇതിൻ്റെ സിംറ്റംസും നമ്മുടെ ക്ലാസ്സിൽ ഒരുപ്പോഴേക്കും ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് അത് ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ ചെറിയ കുഞ്ഞപ്പൊക്കെ രാത്രി 1 മണിയാകുമ്പോൾ ക്ലാസ്സിലൊക്കെ ശരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഡെയിലി ക്ലാസ്സുകളല്ലേ പറഞ്ഞ് മക്കളെ ബാക്കി നാളെ നോക്കാം എന്ന് പറഞ്ഞ് കിടന്നു പോകുന്നുണ്ട്. നേരം വയ്ക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളായിരുന്നു. അപ്പം അങ്ങനെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറെ കാണുക, അല്ലെങ്കിൽ പ്രഷർ ഷുഗറൊക്കെ ആക്കി ചെക്ക് ചെയ്യുക, ഇതൊക്കെ എല്ലാവരും ചെയ്യുക. നമ്മളിപ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞു ഒരാൾ ഇല്ലാണ്ടായി പോകുമ്പോൾ ആ ഘടകം നമുക്ക് പ്രാർത്ഥന ആ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥന നോക്കാം. പക്ഷെ ആ ഘടകം നികത്താൻ നമുക്ക് കഴിയില്ല, ആ കുടുംബത്തിന് നഷ്ടം നികത്താൻ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ അത് എല്ലാവരും അങ്ങോട്ട് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക. പിന്നെ തൊഴിൽപരമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ കണക്ട് ചെയ്തും കറക്റ്റ് ചെയ്തും നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുപോകുമ്പോൾ നോട്ട്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ എല്ലാ ആർട്ടിസ്റ്റുകളും ശ്രമിക്കുക. കാരണം അത് വലിയൊരു കുറവായിട്ട് വരുന്നത്. നമ്മൾ ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ അത് മിസ്സാവുന്നതായിട്ട് ഭയങ്കരമായിട്ട് ഇല്ല. ആ നോട്ട്സിലെ കറക്റ്റ് സ്ഥാനത്ത് നമ്മൾ ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി ആ അപസ്വരങ്ങൾ ഒഴിവാക്കാൻ കഴിയും. പുതിയതായി വരുന്നതിന് മാത്രമല്ല, പഴയ ആർട്ടിസ്റ്റുകളും ചേഞ്ച് വരാവുന്ന തുടക്കം നമ്മൾ വിചാരിച്ചാലും നമുക്ക് നടത്താൻ കഴിയും. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് കഴിച്ചിട്ടാണ് നമ്മുടെ നോട്ട്സ് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വന്നാൽ നമ്മുടെ ആ വർക്ക് കുറേ കൂടി ജനങ്ങളിലേക്ക് ആസ്വദിക്കാവുന്ന തരത്തിലേക്ക് നമ്മുടെ ഫീൽഡിൽ നിന്നാണ്. അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിന്റെ ആള് ഷാജിബാബനിലേക്ക് ഞാൻ നിൽക്കുന്ന അത് മാത്രമല്ല, നിങ്ങൾ എന്നുള്ള കൂട്ടമാണ് ഞങ്ങളെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടിലാണ് ഞങ്ങൾ അവിടെ നിന്ന് എന്ത് കാണിച്ചും കാര്യമില്ല. കൂടി എന്നാൽ ഈ ആർട്ടിസ്റ്റുകളിൽ നിന്ന് ഏറ്റവും സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ ഞങ്ങളെക്കാളും
ഈ സ്ഥാപനത്തിന് കീഴിൽ നിന്ന് നിലനിർത്തുന്നതിൽ ഈ ആർട്ടിസ്റ്റുകൾക്ക് വലിയ പങ്കുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ആരെങ്കിലും ബോറടിച്ചിട്ടുണ്ടെങ്കിൽ സോറി മൂലിയായിട്ട് ഞാൻ താങ്ക് യു. ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിച്ച ഈ ഒരു ചെറിയ ഇതിലൊരു പ്രൊഫഷണൽസും പലരും എന്നോട് ചോദിക്കാറുണ്ട്, എല്ലാവരും ആർട്ടിസ്റ്റുകളെ പുതിയത് ഇതിലേക്ക് കടന്നു വരുന്ന ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാ ടീമുകളും പരിചയപ്പെടുത്തി ഷാജിപ്പാപ്പ എന്തത് ആൾക്കാർ പരിചയപ്പെടുന്നത്. ഞാൻ അവരോട് പറഞ്ഞതാണ്, നമ്മൾ ലേറ്റ് ആയിട്ട് വരും, പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മളൊരു വെറൈറ്റിയിലൂടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്, പുതിയ കടന്നു ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ ഇങ്ങനെ ദൈവത്തിന് അനുഗ്രഹത്താൽ ഇതുപോലെ ഒരു ചെറിയൊരു പരിപാടി അറേഞ്ച് ചെയ്ത് ഒരു പ്രവേശനോത്സവത്തിൽ നടത്താൻ സാധിച്ചത് നമ്മൾ അതിനോട് ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ തുടർന്നുള്ള നമ്മുടെ ഇനി വേണ്ട ജീവിതം നമുക്ക് നല്ല സഹകരണത്തോടുകൂടി ഒരു കുടുംബം പോലെ, അത് നമ്മൾ 30 ആർട്ടിസ്റ്റുകളുണ്ട്, 30 പേര് നമ്മൾ ഏറെക്കൂടെ ഒരു 60 സ്വഭാവക്കാരാണ്. പക്ഷെ ഈ പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ ഒറ്റ കുടുംബമായിരിക്കും. പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാം മാറ്റി വയ്ക്കുക. നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ അവിടെ മാറ്റി വയ്ക്കുക. ഇവിടെ വരുമ്പോൾ ഇത് സെന്റ് ജോസഫ് കോട്ടപ്പടിയാണ്, ഇത് നമ്മുടെ കുടുംബമാണ്. ആ കുടുംബം എന്നുള്ളത് നല്ല രീതിയിൽ നല്ലൊരു ടീമായി വലിയ എന്താ പറയുക, നമ്മൾ ഏറ്റെടുക്കുന്ന പ്രോഗ്രാമുകൾ അത്യുഗ്രമായി വായിച്ച് വിജയിപ്പിക്കാനുള്ള ഒരു ശാരീരിക ശക്തി, മാനസിക ശക്തി നൽകി ഒരു പ്രൊഫഷണൽ ലീഡിംഗ് ടീം, നല്ലൊരു ടീം എന്നുള്ള അഭിപ്രായത്തിലേക്ക് ജനങ്ങൾ നമ്മളെ നയിച്ച് ഒരു നല്ല ടീമാക്കേണ്ട ദൈവം നമുക്കായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒത്തൊരുമിച്ച് നിൽക്കാം. എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിന്. ഇന്നിവിടെ കമ്മീഷൻ പ്രകാരം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ശാരീരിക ആസ്വാദനം പോലും എൻ്റെ ക്ഷണപ്രകാരമുള്ള ചെറുമാരെ ഏറെ സ്നേഹത്തോടെ ഡിസ്കഷനിൽ നന്ദി. നമ്മുടെ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ ഒന്നും കൂടെ ഈശ്വരൻ സമൃദ്ധമായിട്ട് നമ്മളെയും നമ്മളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി ജീവിക്കുമാറാകട്ടെ. ഓക്കെ.